എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കുറേ വളരെ വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്തതൊക്കെ മനസ്സിനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് മൈ ലാസ്റ്റ് സീരിയൽ. വിജയ് സാറായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ട്, പക്ഷേ ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. എല്ലാവർക്കും പേടിയാണ്. നമുക്ക് നമ്മൾ വന്നിരിക്കുന്നിടത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാൻ എവിടെ പോകണം അവിടെ ഇരിക്കും പറഞ്ഞു. അപ്പൊ തന്നെ ആ പേടിയോടുകൂടി അവിടെ ഇരുന്നിട്ട് ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ല, നിങ്ങളും കൂടെ ഇരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ വന്നിരിക്കണത് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഇപ്പോഴും പേടി തന്നെയാണ്. മമ്മൂക്കയുടെ അടുത്ത് കളിയായിട്ട് പറയുന്നുണ്ട്, ഹിറ്റ് വേണോ എന്നെയും കൂടെ തമാശക്ക് ഇങ്ങനെ പറയുന്നത്. ആ ലെവല് വരെ മമ്മൂക്ക നമ്മളെ കംഫർട്ട് സോണിലാക്കി എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡായിരുന്നു. കുറേ ആളുകൾക്ക് നമ്മളുടെ അടുത്തേക്ക് വരാനും നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ മമ്മൂക്ക ദൂരത്ത് എഴുന്നേറ്റ് വന്ന് അവരെയൊക്കെ മാറ്റി നമ്മളെ സേഫ് സോണിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രയും. അതുപോലെ അവിടെ ബർത്ത്ഡേക്ക് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് മമ്മൂക്ക. രജനി സാറിൻ്റെ കൂടെ സിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതേപോലെ ഒരു പുള്ളി വീട്ടിൽ നിന്ന് വരുമ്പം കൈ നിറച്ചും ചോക്ലേറ്റ് കൊണ്ടു തന്ന കുറേ കാലം ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കവേഴ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മോണിക്ക എന്നൊരു പാട്ടില്ലേ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷക്കാലം കഴിഞ്ഞാലും ഏത് പാട്ട് വൈറലാവുന്നോ ആ പാട്ടിൻ്റെ കൂടെ ഇന്ദ്രൻ ചേട്ടൻ്റെയും എൻ്റെയും പാട്ട് ചേർക്കും. ഇന്ദ്രൻ ചേട്ടൻ എന്നോട് ചോദിക്കുക, ഡാ നമ്മള് പാട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഏതാ ഇന്ദ്രൻ ചേട്ടൻ? മോണിക്ക. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജു ചേച്ചി. അഞ്ജു അരവിന്ദ്. അഞ്ജു ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അഞ്ജു ചേച്ചിയുടെ ഇന്റർവ്യൂസ് ആണെങ്കിലും അഞ്ജു ചേച്ചിയുടെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ ചേച്ചി കാണാറുണ്ടോ? കമന്റ്സും കാണും, പക്ഷേ മോസ്റ്റ്ലി എല്ലാരും ഇങ്ങനെ അഞ്ജു അരവിന്ദ് എന്നിട്ട് കുറെ ഹാർട്ടൊക്കെ ഇടും. എനിക്ക് ഇഷ്ടമുള്ള നായിക, നല്ല ചിരിയാണ് അഞ്ജുവിന്റെ, നല്ല കണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലിമെന്റ്സ് അതിനകത്ത് വരും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നു. അപ്പോഴും ആൾക്കാർക്ക് നമ്മുടെ പഴയ ക്യാരക്ടേഴ്സ് ചെയ്തത് ഓർത്തിട്ടായിരിക്കും അവരുടെ ആ സ്നേഹം ഉണ്ടാവുന്നത്. സോ അതൊരു ബ്ലെസ്സിങ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്താ പറയാ, ഇപ്പൊ അങ്ങനെ കൂടുതൽ സിനിമകളും സീരിയലുകളും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അപ്പോഴും ആളുകൾ മറന്നിട്ടില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ അതൊരു കോസ്മോപൊളിറ്റൻ ക്ലബ്ബാണ്. മലയാളീസ് മാത്രമല്ല, നോൺ മലയാളീസും ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് പോയി അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, തമിഴിയൻസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ സംസാരിച്ചു, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. എല്ലാവർക്കും ഓണം റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സർപ്രൈസും കൊടുത്തു. നമ്മൾ മാവേലി നാടുവാണിടും കാലം പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്തു സ്റ്റേജിൽ. അതിനുശേഷമാണ് ആളുകളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. അതായത് കുറേ തമിഴിയൻസ്. അപ്പം അവർക്കൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഇപ്പോഴും എന്നെ അവർ ഇഷ്ടപ്പെടുന്നു കാണുമ്പോൾ വിജയുടെ നായിക അവര് ആ ഒരൊറ്റ സിനിമയിലൂടെയാണ് അവർക്കൊക്കെ എന്നെ അറിയുന്നതും. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുമാണ്. ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് വന്നിട്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷം. ചേച്ചി, നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ചേച്ചി പറഞ്ഞല്ലോ തമിഴിയൻസ് വരെ നമ്മുടെ അടുത്ത് വരുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ് നമുക്ക് അത്രയും ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നത്. അപ്പോൾ ചേച്ചി അപ്പോഴത്തെ ആ ഒരു മെമ്മറി എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം? ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വിജയ് സാറിന്റെ നായികയായിട്ടാണ് എങ്ങനെയാ സിനിമയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിന്റെ സമയത്തുള്ള എക്സ്പീരിയൻസ്? അത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണത്. അപ്പം ഷോർട്ടായിട്ട് പറയാം, ഞാൻ ഗുരുവായൂർ ഷൂട്ടിങ്ങിലായിരുന്നു പാർവതി പരിണയത്തിൻ്റെ. അപ്പോൾ അങ്ങനെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ലിവിങ്സ്റ്റണും വേറൊരു ടീമും ഫോട്ടോ എടുക്കാൻ വന്നു. വേറൊരു ആർട്ടിസ്റ്റിനെ ഫോട്ടോ എടുത്തു. അതിൻ്റെ കൂടെയാണ് എന്നെ കണ്ടത്. അപ്പം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടിയുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്തു. അത് അവർ കാണിച്ചു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് സൂട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ ആർ ബി ചൗധരി സാറ്, അതായത് സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ഓണർ ആർ ബി ചൗധരി സാറ് എൻ്റെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പൂവേ ഉനക്കാക സിനിമയിൽ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ്
ഞാൻ ആ ഫിലിമിലേക്ക് ഫിലിമിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല അത് അത്രയും ഭയങ്കര ഹിറ്റാവുന്നു. പക്ഷെ അത് നല്ല ഹിറ്റായി. നമ്മുടെ ക്യാരക്ടർ അക്സെപ്റ്റഡ് ആയി. ഇപ്പോഴും വിജയുടെ നായിക എന്നൊരു ടൈറ്റിൽ അങ്ങനെ വിജയുടെ കൂടെ 2 പടത്തിൽ നായികയായിട്ട് ചെയ്യാൻ പറ്റി. വൺസ് മോറിൽ സിമ്രൻ, അതിന് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഞാനും, പിന്നെ സെക്കൻഡ് ഹാഫിൽ സിമ്രൻ എൻ്റെ സിസ്റ്ററായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മരിച്ചതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നൊരു ക്യാരക്ടർ പോലെ അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ സിനിമ പോകുന്നു. ഓക്കെ, വിജയ് സാറായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ അങ്ങനെ നേരിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും അച്ഛനുമായിട്ട് മെസ്സേജൊക്കെ അയക്കും. ഇപ്പോഴും അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. എസ്പെഷ്യലി അമ്മയ്ക്ക് ഇന്നും വിജയുടെ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവേ ഉനക്കാക എന്ന സിനിമ പറയാതിരിക്കില്ല. കാരണം അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൻറ്റി ആ സിനിമയെ. ഓക്കെ, ചേച്ചി ഇപ്പൊ കംപ്ലീറ്റ്ലി ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? അതെ അതെ അതെ. ഓക്കെ, അവിടെ ഇപ്പൊ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ടോ? ഡാൻസ് സ്കൂളുണ്ട്. 6 സ്ഥലത്തിൽ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് ബാംഗ്ലൂർ തന്നെ 6 സ്ഥലത്ത് സെന്റേഴ്സ്. അതെ അതെ അതെ. ഓ അടിപൊളി. ഒരു പബ്ലിസിറ്റി ഒരു ജസ്റ്റ് സ്റ്റൈലിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന ആകെ ഒരു 12 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഓൾമോസ്റ്റ് 100-120 ഓളം സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സും ഇല്ല എല്ലാ സ്ഥലങ്ങളിലും ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കംപ്ലീറ്റ്ലി സിനിമയും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സീരിയലും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ എന്തുകൊണ്ട് എന്താ വെച്ചാൽ മനസമാധാനത്തോടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് ഭയങ്കര ടയറിങ് അല്ലേ നമ്മൾ ഒറ്റയ്ക്ക്? ട്രൂ, ഭയങ്കര ടയറിങ് ആണ്. പക്ഷെ ആ ഒരു ടയറിങ് എന്നുള്ളൊരു അവസ്ഥയിലും നമുക്കതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് തന്നെ ആദ്യമേ ഡാൻസും പിന്നെ സിനിമയായിരുന്നു. സിനിമയിൽ ഒരുവിധം ഞാൻ എല്ലാ കാലത്തും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ പ്രായവും അതാണ്. ലൈക്ക് ഞാൻ ഒരു ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് കുറേ മൂവീസിൽ ഹീറോയിനായിട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ 50നോട് അടുക്കുന്നു. അപ്പോൾ ഒരു അമ്മ ക്യാരക്ടറായിട്ട് ചെയ്യാനും എനിക്ക് ആപ്റ്റല്ലാന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. ആകെ ചെയ്തത് ജമുന പ്യാരിയിലാണ് ഗായത്രിയുടെ അമ്മയായിട്ട് ചെയ്തത്. അതാണ് എൻ്റെ അമ്മ ക്യാരക്ടർ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അമ്മ ക്യാരക്ടറിനും സൂട്ടബിളായിട്ട് തോന്നുന്നില്ലാത്തത് കൊണ്ടായിരിക്കണം അതിനും വിളിച്ചിട്ടില്ല. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ തട്ടിക്കളിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ പാഷന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അവിടെ ആരൊക്കെയുണ്ട് ചേച്ചി ബാംഗ്ലൂരിൽ? ഹസ്ബൻഡും ഞാനും പിന്നെ എൻ്റെ മോളും അൻവി 12th പഠിക്കുന്നു. 12th പഠിക്കുന്നു. മോളപ്പോ അവിടെ കംപ്ലീറ്റ്ലി എല്ലാരും ബാംഗ്ലൂർ അവിടെ തന്നെ. അപ്പൊ നാട്ടിൽ വരും, ഇടയ്ക്ക് വരും. അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, മക്കളുണ്ട്, സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. ചേച്ചിയുടെ ഡ്രസ്സിങ് എപ്പോഴും ഒരു വ്യത്യസ്ത എന്തെങ്കിലും ഒരു വെറൈറ്റി അതിനകത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ തന്നെ കമ്മല് കണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആ കമ്മല് അറിയത്തില്ല. അല്ലല്ല, ഇത് അവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഇടുന്ന. അപ്പൊ എനിക്കൊരു കൗതുകം കൊണ്ട് ഞാനും ഇട്ട് നോക്കിയതാ. എനിക്ക് ചേരുന്നുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ശ്രീനിധി പറഞ്ഞ സ്ഥിതിക്ക് താങ്ക് യു. നല്ല രസമുണ്ട്. താങ്ക് യു. ചേച്ചിയുടെ സിനിമകൾ ഇപ്പം നമ്മൾ മലയാളത്തിൽ എടുക്കുമ്പോൾ കുറേ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്ത കുറേ സിനിമയുണ്ട്. അപ്പോൾ അഴകിയ സിനിമയ്ക്കകത്ത്, അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് ആ ഇന്നസെൻസ് ഡയലോഗ് തെറ്റിക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ചിരിയുണ്ട് ആ ഷോട്ട്. അപ്പൊ ആ ഷോട്ട് ഷൂട്ട് ചെയ്ത സമയത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കാരണം ജസ്റ്റ് ഒരു ചിരിയാണ്. അന്നൊക്കെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ വിനീത് ഉണ്ടായിരുന്നു. വിനീതിനെ അറിയില്ലേ, ഇപ്പോഴത്തെ ഡയറക്ടർ വിനീത്, ആക്ടർ വിനീത്. അപ്പോൾ ഞാനും വിനീതും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ ഏതാണ്ട് ഒരു ഇതായിട്ട് എപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ, എപ്പോഴും ഒരുമിച്ചേ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കണ്ണൂർക്കാരായതും കണ്ണൂരിൽ നിന്നുള്ള ആളുകളല്ലേ. അപ്പൊ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ ഭയങ്കര, ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അഴകിയ രാവണന്റെ കാര്യം. കാരണം അഴകിയ രാവണന്റെ സമയത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നു അവിടെ. എല്ലാവർക്കും പേടിയാണ് മമ്മൂക്കെ. നമ്മൾ വന്നിരിക്കുന്നിടത്ത് മമ്മൂക്ക വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഉടനെ മമ്മൂക്ക നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാൻ
എവിടെ പോകണം അവിടെ ഇരിക്കും. അപ്പൊ തന്നെ ആ പേടിയോടുകൂടി അവിടെ ഇരുന്നിട്ട് ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ല, നിങ്ങളും കൂടെ ഇരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കണത് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവായിട്ട് നമ്മളോടൊപ്പം കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞാനും വിനീതും കൂടെ. നമുക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഇപ്പോഴും പേടി തന്നെയാണ്. പക്ഷേ കളിയായിട്ട് പറയാറുണ്ട് ഇപ്പോഴും എപ്പോഴും കാണുമ്പോഴൊക്കെ, അമ്മയുടെ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് മമ്മൂക്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പത്തേമാരി, അഴകിയ രാവണൻ, സിദ്ധാർത്ഥ, അങ്ങനെ കുറേ സിനിമകൾ. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് കളിയായിട്ട് പറയുന്നുണ്ട്, ഹിറ്റ് വേണോ എന്നെയും കൂടെ തമാശക്ക് ഇങ്ങനെ പറയാറ്. ആ ലെവല് വരെ മമ്മൂക്ക നമ്മളെ കംഫർട്ട് സോണിലാക്കി എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഴകിയ രാവണൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് നിരവധി ആളുകൾ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നു. എസ്പെഷ്യലി മമ്മൂക്കയാണ്, ബിജു മേനനുണ്ട്, പിന്നെ ഇന്നസെൻ്റ് എല്ലാവരും ഉണ്ട്. അപ്പം ക്രൗഡ് ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആളുകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരാനും അവർ നമ്മളോടിങ്ങനെ സംസാരിക്കാനും ഒക്കെ നോക്കുന്നു, നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ദൂരത്ത് എഴുന്നേറ്റ് വന്ന് അവരെയൊക്കെ മാറ്റി നമ്മളെ സേഫ് സോണിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രയും. അതുപോലെ അവിടെ ബർത്ത്ഡേക്ക് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് മമ്മൂക്ക. ചെറിയ പ്രായമല്ലേ അന്നൊക്കെ. എൻ്റെ ബർത്ത്ഡേ ആണല്ലേ, അപ്പോൾ എൻ്റെ വകയൊന്നും ഇപ്പോൾ ഇല്ല, ഒന്ന് ചോക്ലേറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് അരുണാചലത്തിൽ രജനി സാറിൻ്റെ കൂടെ സിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതേപോലൊരു സിമിലർ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ അല്ല, അത് ന്യൂ ഇയർ ഇതായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിൽ നിന്ന് വരുമ്പം കൈ നിറച്ചും ചോക്ലേറ്റ് കൊണ്ടു തന്ന കുറേ കാലം ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കവേഴ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ സീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ചിരിക്കുന്ന സീൻ ഉണ്ടല്ലോ, ചിരിക്കുന്ന ഒരു ഷോട്ടാണല്ലോ വരുന്നത്. ആ പെർട്ടിക്കുലർ സീൻ എടുത്ത സമയത്തെ കാര്യം ഒന്ന് പറയുമോ? അത് ഡയറക്ടർ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒരു ചിരിച്ചാൽ മതി അങ്ങനെ? അതിങ്ങനെ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ലാൽ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ലാൽ ജോസ് അസോസിയേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതൊക്കെ. അപ്പം കമൽ സാറ് അവിടെ ക്യാമറേൻ്റെ സൈഡിലിരുന്നിട്ട് പറയും ഇങ്ങനെ ചെയ്യണം, ഇന്നതാണ് നടക്കുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാനൊരു ടി വിയിൽ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു കമ്പയറിങ്ങിന് വേണ്ടിയിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടെലികാസ്റ്റ് ആവുന്ന ദിവസമായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വിനീതിൻ്റെ ബ്രദറിനെയൊക്കെ കൂടിയിട്ട് എൻ്റെ അമ്മ നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പം ഈ ഒരു സീക്വൻസിൽ കുറച്ച് ആളുകൾ വേണമല്ലോ. അപ്പോൾ വിനീതിൻ്റെ ബ്രദറിനെയൊക്കെ അത് കാണാൻ വേണ്ടി വിട്ടപ്പോൾ ആളില്ലാണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയെ കയറി പിടിച്ച് അവിടെ നിർത്തിച്ചു. എൻ്റെ തൊട്ട് ബാക്കിൽ എൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. ഒക്കെ എല്ലാവരും കൂടി ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നൊക്കെ പെട്ടെന്ന് ജൂനിയർ ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പോൾ ആ സീക്വൻസിൽ അവർ പോയതുകൊണ്ടല്ലേ ആൾ കുറഞ്ഞത്, അതുകൊണ്ട് ചേച്ചി നിൽക്ക്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര കുറച്ചൊരു റിസർവ്ഡ് ടൈപ്പായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം അമ്മയെ പിടിച്ച് നിർത്തിച്ചു. ആ സീന് കാണുമ്പോൾ ഇപ്പോഴും എനിക്കത് ഓർക്കും. ചേച്ചി ആങ്കറിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് ചേച്ചി ആങ്കർ ചെയ്യും, ആക്ട് ചെയ്യും, പടം വരയ്ക്കും അല്ലേ? പടം വരക്കില്ല. പടം വരയ്ക്കില്ല? ഇല്ല. കുക്ക് ചെയ്യും. പടം വരയ്ക്കുന്ന ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വരയ്ക്കൂലേ? അപ്പൊ വരക്കൊന്നുമില്ല, ഞാൻ ചുമ്മാ അതിന്റെ മുകളിൽ കൂടെ വരച്ചെന്നേ ഉള്ളൂ. എല്ലാരും തെറ്റിദ്ധരിച്ചു. പക്ഷെ ചേച്ചി വരയ്ക്കും, ഞാനും വിചാരിച്ചു ചേച്ചി വരച്ചതാണല്ല. അല്ലല്ല. ഓക്കെ. പറഞ്ഞോ. കുക്ക് ചെയ്യും? അതൊക്കെ ചെയ്യും. നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് വണ്ടിയാ? എല്ലാ വണ്ടികളും. അല്ല ചേച്ചിക്ക് ഏത് വണ്ടിയാ? എനിക്ക് എന്റേത് എർട്ടിഗ ഉണ്ട്, പിന്നെ ടാറ്റ നെക്സൺ ഉണ്ട്, സാൻട്രോ ഉണ്ട്. ഓക്കെ. ചേച്ചി അതുപോലെ ചേച്ചി ദോസ്തിൽ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോ ഈ കുറച്ചു കാലം മുമ്പ് ഞാനൊരു ട്രോള് കണ്ടതാണ്. അതായത് ആ ചേച്ചി നിങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരു പാർക്കിൽ വീഗാലാൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീൻ ചേച്ചി ഒളിച്ചോടി പോകുന്നതാണല്ലോ. അപ്പൊ ട്രോള് വന്നിരിക്കുന്നത് ഒളിച്ചോടി പോകുന്നതിനും ഇത്രയും സന്തോഷത്തോടെ ഓടിച്ചാടി പോകുന്ന നായിക ആദ്യമായിട്ട് കാണുക. നന്നായി ആസ്വദിച്ചു. പിന്നെ വേറെ ഇപ്പോ മോണിക്ക എന്നൊരു പാട്ടില്ലേ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ എത്ര ഞാൻ ഇനിയും പറയാം, ഒരുപാട് വർഷക്കാലം കഴിഞ്ഞാലും ഏത് പാട്ട് വൈറലാവുന്നോ ആ പാട്ടിൻ്റെ കൂടെ ഇന്ദ്രൻ ചേട്ടൻ്റെയും എൻ്റെയും പാട്ട് ചേർക്കും.
മറ്റേ റാസ്പുട്ടിന്റെ പാട്ട് വന്ന് ഹിറ്റായ സമയത്തും പാർവതി പരിണയത്തിൽ ഞാനും ഇന്ദ്രൻ സൈഡിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്രയോ ആളുകൾ എനിക്ക് അറിയില്ല അയച്ചു തന്നിട്ടുണ്ടെന്നറിയോ. പിന്നെ മോണിക്ക എന്നുള്ള പാട്ട് ഇത് എത്രയോ കാലം മുമ്പ് ഇന്ദ്രൻ സേട്ടൻ നന്നായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെയും ഇന്ദ്രൻ സേട്ടൻ്റെയും കൂടെ ഇപ്പം എന്നിട്ട് ഞാൻ കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിന് ഇലക്ഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇന്ദ്രൻ സേട്ടൻ എന്നോട് ചോദിക്കുക, ഡാ നമ്മള് പാട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഏതാ ഇന്ദ്രൻ സേട്ടൻ? മോണിക്ക. അപ്പൊ എന്താ പറയാ, ആ പാട്ട് എല്ലാ കാലത്തിലും മാച്ചിങ് ആണ്. ആ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ ഏത് കാലത്തുള്ള സ്റ്റെപ്പ് അതൊക്കെ കറക്റ്റ് ബീറ്റിനനുസരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്ന അന്നത്തെ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും റാസ്പുട്ടിന് വേണ്ടിയിട്ടും വൈറലായി. ഏത് വൈറൽ പാട്ട് എടുത്ത് നോക്കിയാലും അതിന് കറക്റ്റാണ് ആ മ്യൂസിക്. പക്ഷെ പലർക്കും അറിയുമെന്നറിയില്ല ഞാനാണ് ഇന്ദ്രൻ സാറിന്റെ കൂടെ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് അറിയില്ല അത് കറക്റ്റായിട്ട്. കാരണം കമന്റ്സിലൊക്കെ മനസ്സിലാവുന്നില്ല ഇത് ഞാനാണ് എന്നുള്ളത്. ചേച്ചി ഇങ്ങനെ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. പിന്നെ എല്ലാം എൻജോയ് ചെയ്യും. ഞാനീ പറഞ്ഞ ദോസ്തിലെ സാധനമേ അത് കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ലേ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള സീരിയലിൽ ചെയ്ത ഈ ഒരു ക്യാരക്ടർ ഏതാണെന്ന് പിക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമുക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടിയേ, നമുക്ക് തന്നെ ആസ് ആൻ ആക്ടർ ഒരു ആൾക്കാർ തിരിച്ചറിഞ്ഞ അങ്ങനെ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്തു. അന്ന് മനോരമയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അന്ന് മനോരമ വിഷൻ അല്ല, മനോരമ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ എല്ലാവരും ഉണ്ട്, ജഗന്നാഥ വർമ്മ അവരൊക്കെയുണ്ട്, വിജുവേട്ടനാണ് അതിനകത്ത് ഇത് ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ വിജയകുമാറിൻ്റെ വൈഫായിട്ട് ചക്കരയും വാവയും എന്ന് പറഞ്ഞിട്ട് ഇന്നും ആളുകൾ എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കട പൂട്ടി ആ സീരിയൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. ആ ഒരു സീരിയലിനെ പറ്റിയിട്ട് ശരിയാണ്. ആ സീരിയൽ ഒരു നല്ലൊരു ഹിറ്റായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ചക്കര എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ചക്കരയും മാവേലി ചക്കരയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സിനിമ ഇത്രയും ചെയ്തെങ്കിലും ഒരു 10-50ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സീരിയലുകൾ ൂടെയാണ് കൂടുതൽ ആൾക്കും ആ ഒരൊറ്റ സിനിമ ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ പൂവേ ഉനക്കാക എന്ന് പറയുന്ന ഒരു സിനിമ കാരണമാണ് ഞാൻ അത്രയും ആളുകൾക്ക് ഇഷ്ടം ആയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ നിറമാല എന്ന് പറയുന്ന സീരിയലും പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന കണക്റ്റഡ് ആയിട്ടുള്ള 1-2 എണ്ണം വേറെയുണ്ട്. ചന്ദ്രോദയത്തിലെ സുമിത്ര, അത് ഇന്നും ഇപ്പം MR അങ്കിൾ പറഞ്ഞു എത്ര കാലം കണ്ടു കഴിഞ്ഞാലും അതൊന്നും മറക്കാത്ത നല്ല സത്തുള്ള സീരിയലുകളാണ്. ഇപ്പോഴത്തെ പോലത്തെ കുശുമ്പ് കുന്നായ്മ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല സ്റ്റോറീസൊക്കെ അന്നൊക്കെ. ചേച്ചി എന്നിട്ട് പൊതുവെ നമ്മളിങ്ങനെ ഈ സീരിയൽ ആക്ടേഴ്സിന് സിനിമയിലേക്ക് അവർ പ്ലേസ്ഡ് ആവുക കുറച്ച് പാടാന്ന് പറയും, സിനിമയിലേക്ക് വരാൻ. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വന്നിട്ട് പിന്നെ അവർ സീരിയലിലോട്ട് ട്രൈ ചെയ്യത്തില്ല. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചി ഇത് രണ്ടിലും വളരെ ആക്റ്റീവായിട്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ ചേച്ചി ആ പ്രായത്തിൽ അത് കൊണ്ടുപോയത്? അത് മേ ബി ബിക്കോസ് ഓഫ് ഇമ്മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ പ്രൊഫഷൻ അതായിരിക്കും എന്നുള്ളത്. നമുക്കൊരു ക്ലിയർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം കിട്ടുന്ന നല്ല ക്യാരക്ടർ, അത് സിനിമയിലായാലും ശരി സീരിയലിലായാലും ശരി, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നാണല്ലോ നോക്കുക. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. എന്നാലും ഇപ്പം ഞാൻ കുറച്ച് സീരിയൽസിനോടൊക്കെ ഞാനൊന്ന് ബായി പറഞ്ഞ ഒരു മട്ടിലാണുള്ളത്. കാരണം എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടാണ് അതിൽ വർക്ക് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കുറേ വളരെ വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആ ലൊക്കേഷനിൽ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂയിസൈഡ് ചെയ്തതൊക്കെ മനസ്സിനെ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് ഓർക്കാനേ പോകുന്നില്ല. അങ്ങനെ പിന്നെ സീരിയൽസ് പിന്നെ ഞാൻ അങ്ങനെ ദാറ്റ് ഇസ് മൈ ലാസ്റ്റ് സീരിയൽ ഇങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അതിനുശേഷം ഞാനൊന്നും സീരിയൽ ചെയ്തിട്ടില്ല. സിനിമകളോ അതിനുശേഷം? ഇല്ല. സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 6 സെൻറ്റേഴ്സ് ഞാൻ തുടങ്ങിയെന്ന്. ഈ 6 സ്ഥലത്തും ഇത്രയധികം പബ്ലിസിറ്റി ഇല്ലാതെ ഇത്രയധികം ആളുകൾ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നോട്ട് ബിക്കോസ് ഓഫ് ഐ എം എ സെലിബ്രിറ്റി. അവിടെ വരുന്ന ആളുകൾ നോൺ മലയാളീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഒരു പഞ്ചാബികൾ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഭരതനാട്യം കളിക്കുന്നത് ആലോചിച്ച് നോക്കൂ, അത്രയും. പിന്നെ അപ്പോൾ നമ്മൾ
എങ്ങനെയാണോ അവരുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കുമല്ലോ നമ്മൾക്ക് സ്റ്റുഡൻസ് സ്ട്രെങ്ത് വരുന്നത്. ഒരു പബ്ലിസിറ്റിയും ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. എവിടെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് മാത്രം ഇടും, അതും കുട്ടികൾക്ക് ഒരിഷ്ടം. മാമിൻ്റെ പേജിൽ ഞങ്ങളുടെ ഫോട്ടോയും കൂടെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികൾ അങ്ങനെ ചില കുട്ടികളൊക്കെ അന്നേരം അറിയുന്നുണ്ടാവുക ഞാനിങ്ങനെ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അയ്യോ മാം, ഐ ഹാവ് സീൻ യു ഇൻ ദ മൂവീസ് എന്ന് പറഞ്ഞിട്ട് വരും കുട്ടികൾ. അന്നേരം മാത്രം ഞാൻ പറയും ഉണ്ട് എന്നൊക്കെ പറയും. ചേച്ചിക്ക് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ചേച്ചി ഇപ്പോൾ പറഞ്ഞില്ല അടുത്ത് വരും പിക്ചേഴ്സ് എടുക്കും എന്നൊക്കെ പറയും, പക്ഷെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായത് ഏതായിരുന്നു ചേച്ചി? ഫാൻ മൊമെൻറ്റ് അന്നും ഇന്നും ഒറ്റ ഒരു ഫാൻ മൊമെൻറ്റ് എനിക്ക് പറയാനുള്ളൂ. കോയമ്പത്തൂർ ഈ പൂവയോനക്കാകയുടെ ഫിലിം ആഘോഷിക്കുന്ന സമയത്ത്, അതായത് ഇത്രയോ ദിവസങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റുകളെയും അവിടെ വിളിച്ചു. അവിടെ കോയമ്പത്തൂരുള്ള ഒരു തിയേറ്റർ, എനിക്ക് തിയേറ്ററിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, കുറേ വർഷങ്ങളായല്ലോ, 95 ആണത് റിലീസായതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ 111-ാം ദിവസം ആഘോഷിക്കുകയാണ്. ഞാൻ കാറിൽ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. കസേരയിൽ ഇരുത്തിയിട്ടാണ് എന്നെ രസികർ കൊണ്ടുപോയത് സ്റ്റേജിലേക്ക്. ആലോചിച്ച് നോക്കൂ, കസേരയിൽ ഇരുത്തിയിട്ട്. ഒന്നുമല്ലാത്ത ഞാൻ, ഇന്നും ഒന്നുമല്ല, പക്ഷേ ഞാൻ പറയും അത്രയും ആ ഒരു ഫാൻ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അരുണാചലം എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രജനി സാറിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചപ്പോൾ തലൈവർ തങ്കച്ചി എന്ന പട്ടം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രജനീകാന്ത് സാറിൻ്റെ ഫാൻസ് തലൈവർ ഞാൻ വേറൊരു മൂവീൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വാഹിനി സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ പൂക്കൾ കൊണ്ട് അവർ എന്നെ മാലയിട്ടു. ഒരുപാട് നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഇതുകൊണ്ട് തലൈവർ തങ്കച്ചി എന്നൊക്കെ, അതൊക്കെ ഫാൻ മൊമെന്റ്. അതന്നെ അത്രേ പറയാനുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മോള് ചേച്ചിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരു വിലയും ഇല്ല എന്നെ. ആക്ച്വലി അമ്മ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് ചോദിക്കുന്നത്. വളരെ വെരി റീസെൻ്റ്ലി ആണ് ഷീ കെയിം ടു നോ ദാറ്റ് ഐ ഹാവ് ആക്ടഡ് വിത്ത് വിജയ്. അപ്പോൾ അമ്മ വിജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വിജയനെ ഒന്ന് കാണണമായിരുന്നു അമ്മ എന്ന് പറഞ്ഞു. അത് മാത്രമാണ് അവൾ ആവശ്യപ്പെട്ടത്. അതുപോലെ അമ്മയുടെ കുടുംബസംഗമത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനും എൻ്റെ അമ്മയും എൻ്റെ മോളും വന്നിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ടൊവിനോയുടെ കൂടെ ഫോട്ടോ എടുക്കണം, വേറെ ആരുടെ കൂടെ അവർ ഫോട്ടോ എടുത്തിട്ടില്ല. ലാലേട്ടനും മമ്മൂക്കിയൊക്കെ എല്ലാവരും ഇരിക്കുന്നില്ലേ അവിടെ, അവർക്കൊന്നും എന്താ പറയുക, ടൊവിനോ ആ ഒരു യങ് ജനറേഷൻ്റെ ഒരു ജെൻസി എന്ന് പറയില്ലേ, അതാണ് അവരൊക്കെ ജെൻസി കിഡ്സ്. വിജയ് സാറിന്റെ കൂടെ പിക്ചർ എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചേച്ചി അത് ആഗ്രഹം നടത്തി കൊടുക്കാൻ? ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരാളെടുത്ത് ഇടിച്ചു കയറി പോയിട്ട് ഫോട്ടോ എടുക്കണം അതാക്കണം എന്നൊന്നും പറയില്ല. കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. ഈവൻ ട്രിവാൻഡ്രത്ത് വന്നിരുന്നല്ലോ വിജയുടെ ഷൂട്ടിന് വേണ്ടി. എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പോയി ട്രൈ ചെയ്യാമായിരുന്നു. മീൻസ് പുള്ളിക്കാരൻ എന്തായാലും അറിയാതിരിക്കില്ലല്ലോ. ഈ ഒരു 5-6 വർഷം മുന്നേ ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെപ്പറ്റി, അതായത് പൂവയോനക്കാകെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ, அவங்க കല്യാണം പണിക്കിട്ട് എങ്കിയോ സെറ്റിൽ ആയിട്ടാങ്ക, ഇതാണ് ഡയലോഗ്. அவங்க കല്യാണം പണിക്കിട്ട് എങ്കിയോ സെറ്റിൽ ആയിട്ടാങ്ക എന്ന് അത് പറഞ്ഞു. അപ്പം ദാറ്റ് മീൻസ് അവരെന്നെ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് പൂവയോനക്കാകെയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മാറുന്നതും എല്ലാം. അപ്പോൾ പിന്നെ എന്താ പറയുക, ദൈവാനിശ്ചയമാണ് അത്രയും നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. വിക്രമൻ സാറിനും സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ RB ചൗധരി സാറും ഒക്കെ വിചാരിച്ചതുകൊണ്ട് ഞാനതിൽ നായികയായി. പിന്നെ സംഗീതമായിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, എപ്പോഴും കീപ്പ് ഇൻ ടച്ചിലാണ്. സാറിന്റെ വൈഫായിട്ടല്ലേ? അല്ലല്ല, സംഗീത എന്ന് പറയുന്നത് അതിൽ വേറൊരു ഹീറോയിനാണ്, നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള. ചേച്ചിയുടെ ക്യാരക്ടറിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു ഇതെന്താ, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താ? ഞാൻ ലിവ് ഇൻ പ്രസൻറ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി എനിക്കൊന്ന് ഈ അടുത്തിടെ എന്തോ കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് ചേച്ചി ലിവ് ഇൻ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് അത്
ഭയങ്കരമായിട്ടൊരു ചിലര് മിക്സഡ് കമന്റ്സ് ആയിരുന്നു ചേച്ചി. ചിലരത് ഓക്കെ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലരത് അതൊക്കെ നമ്മളുടെ ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ നമ്മള് ഇതൊക്കെ ദൈവനിശ്ചയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ 8ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന എൻ്റെ ഒരു സ്നേഹമായിരുന്നു. നമ്മളതൊരു പ്യോറായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയില്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം കണ്ടുമുട്ടി. പിന്നെ രണ്ടുപേരുടെയും ഫാമിലി ലൈഫ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ആയിരുന്നത് കൊണ്ടും നമ്മൾ ലീഗലി ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അപ്പം അതിലെന്താണ് ഒരു തെറ്റ്? അപ്പോൾ മുമ്പേ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ഫുള്ളി ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും എനിക്ക് അതോ ഞാൻ പറഞ്ഞില്ലയോ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. സഞ്ജുവേട്ടനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. അത് വളരെ നമ്മളുടെ എന്താ പറയുക, എല്ലാവരുടെ പാടി നടക്കുന്ന കാര്യമല്ല. അതെ, തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പരസ്പരം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുക. കല്യാണം കഴിക്കണോ നമ്മുടെ തീരുമാനമാണ്. ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എനിക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിട്ടാണ് പോകുന്നത്. സോ ഒരു ബോറിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ. ലൈക്ക് ഭയങ്കര വിഷമിച്ച് ഇരിക്കുന്ന ടച്ച്വുഡ് ഭഗവാനെ പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലേ നമുക്കും എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റൂ. നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് എന്താ പറയാ. പിന്നെ മാത്രമല്ല ചേച്ചി, നമ്മൾ എന്താ പറയാ, നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ നമ്മൾ ഫീൽ ചെയ്യുള്ളൂ. ഈവൻ എന്തെങ്കിലും സങ്കടം വന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതെ ചേച്ചി, ഭരതനാട്യമാണോ സ്പെഷ്യലൈസ്? ഞാൻ RLV എന്നാണ് PG ചെയ്തത്. MA ചെയ്ത് പിന്നെ BA കണ്ണൂർ ലാസ്യ പിലാത്തറയിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ RLVന്ന് PG ചെയ്തിട്ടും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ ക്ലാസ് തുടങ്ങുന്നത് തന്നെ. അതും സഞ്ജുവേട്ടൻ ത്രൂ ആണ്. സഞ്ജുവേട്ടൻ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 6-12 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ് ക്ലാസ്. ചേച്ചി ഈ ആത്മയിൽ ചേച്ചി ആത്മ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട്? അതെ, ആത്മയുടെ തുടക്കകാലം മുതലേ ഞാനുണ്ട് ലൈഫ് മെമ്പറായിട്ട്. അപ്പം എല്ലാ ആഘോഷങ്ങളും, അതായത് ഇതേപോലത്തെ ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കുമ്പോൾ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെ എത്തും? വരാറുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട്. ഒന്നും ഒഴിവാക്കാറില്ല. അത് ഈവൻ അമ്മയായാലും ശരി, അമ്മയിലും മെമ്പറാണ് ഞാൻ. സോ അമ്മയായാലും ശരി, ആത്മയായാലും നമ്മുടെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമുക്കതൊരു ശക്തി പകരുന്ന ഒന്നാണ്. പിന്നെ കുടുംബങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്നുള്ളതെല്ലാം ഒരു സന്തോഷം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ സ്പോൺസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ്, അതൊക്കെ വലിയ വാല്യുബിൾ ആണ് നമുക്കൊക്കെ. ഓക്കെ ചേച്ചി, സോ നമുക്ക് ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ചേച്ചിയോട് സംസാരിച്ചിരുന്നിട്ട് എനിക്ക് ഇനിയും വർത്താനം പറയാനുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി ശ്രീനിധി. നല്ല ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഇതായിട്ട് ലൈവ്ലി ആയിട്ട് ചോദിച്ചു. ലൈക്ക് യുവർ സിംപ്ലിസിറ്റി. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ എനിക്കിതിങ്ങനെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഓടിക്കും. നമ്മളെ കുറേ നേരമായി നമ്മൾ രണ്ടും കൂടെ സംസാരിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. അപ്പോൾ ഡാൻസ് സ്കൂളൊക്കെ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇനിയും തുടങ്ങി നല്ല രീതിയിൽ തന്നെ പോട്ടെ ചേച്ചി. എന്നും സുന്ദരിയായിട്ട് ഹാപ്പി ആയിട്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.